ഓക്കെ ഹായ് ഹായ് ഹലോ. ഐ ഹോപ്പ് എല്ലാവർക്കും കേൾക്കാമോ? ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമോ? ഹലോ എവ്രി വൺ. ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ ഓക്കെ, വന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ. യെസ്, എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓൾറൈറ്റ്, ഫൈൻ, ശരി, കേൾക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് അല്ലേ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ്. അപ്പോൾ നമുക്ക് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സിലും നമ്മൾ അതേപോലെ തന്നെ ഡിസ്കസ് ചെയ്ത മറ്റൊരു കാര്യമായിരുന്നു എന്ത്? സയൻറ്റിഫിക് നൊട്ടേഷൻ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിലൊന്ന് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സും പിന്നൊന്ന് സയൻറ്റിഫിക് നൊട്ടേഷനുമാണ്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്കിന്ന് ചെയ്തു നോക്കാം. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എല്ലാവരും ബേസിക് ആയിട്ടൊന്ന് നോക്കിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുകയെന്ന് വിചാരിക്കുന്നു അല്ലേ. എല്ലാവരും നോക്കിയിട്ടാണോ വന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ. നോക്കിയിട്ടാണോ എല്ലാവരും വന്നത്? ഓക്കെ ഫൈൻ, ശരി ശരി ശരി. അപ്പോൾ നമുക്കെന്നാൽ ബേസിക്കലി ആ ക്വസ്റ്റ്യനിലേക്കൊന്ന് കിടക്കാം. സോ ദ ക്വസ്റ്റ്യൻ ഗോസ് സംതിങ് ലൈക്ക് ദിസ്. എങ്ങനെയാണ് വരുന്നത്? 3⁵ ഡിവൈഡഡ് ബൈ 3⁻⁻6 അല്ലേ. 3⁵ ഡിവൈഡഡ് ബൈ 3⁻⁻6. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏത് റൂളിൻ്റെ ആപ്ലിക്കേഷനായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുക? ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് a⁻m ഡിവൈഡഡ് ബൈ a⁻n അല്ലേ. ദിസ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് a⁻m ഡിവൈഡഡ് ബൈ a⁻n. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ a⁻m ബൈ a⁻n എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് a⁻m മൈനസ് a⁻n എന്നെനിക്ക് എഴുതാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു എന്താ പറയുക പ്രോബ്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. വിൽ സി അതെങ്ങനെ എനിക്കൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് 3⁵ എന്ത് വരും? 3⁵ മൈനസ് ഓഫ് -6 ഇങ്ങനെയല്ലേ വരേണ്ടത്? ക്ലിയർ ആവുണ്ടോ എല്ലാവർക്കും? ഞാനൊന്നും കൂടെ ചെറുതാക്കി എഴുതാം. ഐ ജസ്റ്റ് റെഡ്യൂസ് ദ തിക്നെസ്. 3⁵ മൈനസ് ഓഫ് -6. ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു ഐഡിയ വരുന്നത് നോക്കി നോക്കിയേ. a⁻m, എമ്മിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്താ ഉള്ളത്? 5 ഉണ്ട്. എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്താ ഉള്ളത്? -6 ഉണ്ട്. സോ 5 മൈനസ് ഓഫ് -6 എന്ന് പറയുമ്പോൾ വാട്ട് വിൽ ഇറ്റ് ബി? അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഗോയിങ് ടു ബി 3⁵ മൈനസ് ഓഫ് -6. ഇനി മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? പ്ലസ് ആയി മാറും. സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 3⁵ പ്ലസ് 6 വിച്ച് ഇസ് ഈക്വൽ ടു 3⁻11. ക്ലിയർ ആയോ എല്ലാവർക്കും? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ. 3⁵ ഡിവൈഡഡ് ബൈ 3⁻⁻6 എന്ന് പറയുന്നതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് എന്താ വരാൻ പോകുന്നത്? യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 3⁻11. ഓക്കെ, ക്ലിയർ എവ്രി വൺ? എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ് ഇസ് എ ബേസിക് ഐഡിയ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ദ ക്വസ്റ്റ്യൻ ഇസ് ഗോ സംതിങ് ലൈക്ക് ദിസ്. എന്താ വരുന്നത്? 2/5 the whole raised to -2 അല്ലേ. ഇറ്റ് ഈസ് 2/5 the whole raised to -2 എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 2/5 the whole raised to -2 എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോണൻറ്റിൽ വരുന്നൊരു കോൺസെപ്റ്റ് വീണ്ടും ഇന്നലെ പഠിച്ചത് ആലോചിക്കുക. ഇന്നലെ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്പോണൻറ്റിൽ വരുന്ന നമ്പേഴ്സ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അല്ലേ. എക്സ്പോണൻറ്റിൽ വരുന്ന നമ്പേഴ്സിന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ ബി ഓഫ് 2 types. ഇറ്റ് ക്യാൻ ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഇതാകണം. I was looking for it. Okay, it can be either positive value or negative value. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ നെഗറ്റീവ് കളയാൻ വേണ്ടി വി ഹാവ് ടു മൂവ് ദ ന്യൂമറേറ്റർ ടു ദ ഡിനോമിനേറ്റർ എന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് അല്ലേ. വെൻ ദ ന്യൂമറേറ്റർ കംസ് ടു ഡിനോമിനേറ്റർ ഓർ ഡിനോമിനേറ്റർ കംസ് ടു ന്യൂമറേറ്റർ എന്നുള്ളതിനെ ഐ ആം ഗോയിങ് ടു യൂസ് എ ന്യൂ വേർഡ് ഹിയർ. ഞാനിവിടെ പുതിയൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഐ ആം ഗോയിങ് ടു ടേക്ക് ദ റെസിപ്രോക്കൽ. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഐ ആം ഗോയിങ് ടു take the reciprocal. I am going to take the reciprocal to avoid the negative sign.
ഐ എം ഗോയിങ് ടു ഓർ ടു റിമൂവ്, അവോയ്ഡ് എന്ന് പറയാൻ പാടില്ലല്ലോ, അവോയ്ഡ് എന്ന് പറയുന്നത് തെറ്റല്ലേ, നമുക്ക് എന്ത് പറയാം, ടു റിമൂവ് ദ നെഗറ്റീവ് സൈൻ. അപ്പോൾ നെഗറ്റീവ് സൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ റെസിപ്രോക്കൽ എടുക്കും. അപ്പോൾ ആരുടെ റെസിപ്രോക്കലാണ് ഞാൻ എടുക്കേണ്ടത്, ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ആരുടെ റെസിപ്രോക്കൽ എടുക്കേണ്ടത്, അതാണ് അപ്പോൾ അടുത്ത പ്രശ്നം. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോവും, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ വരും എന്നുള്ളതിനെയാണ് ഞാൻ പറയുന്നത് എന്ത്, റെസിപ്രോക്കൽ. അപ്പോൾ 2/5 എന്നുള്ളത് എന്തായി മാറും, 5/2 എന്നായി മാറും. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഗോയിങ് ടു ബി, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 5/2 ദ ഹോൾ റേസ് ടു 2 എന്നായി. ശ്രദ്ധിച്ചോ, ഇവിടെ -2 ആയിരുന്നത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എന്തായി, 2 ആയി. അങ്ങനെ മൈനസ് കളയാൻ മാത്രം നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഈ 2/5 എന്താക്കി മാറ്റി, 5/2 ആക്കി മാറ്റി. ഇനി നമുക്കിത് എളുപ്പമാണ് അല്ലേ, കാരണം എന്താ, 5/2 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പറയാം, 5² 2² എന്ന് തന്നെ പറയാം. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 5² 2², which is equal to 5² വാല്യൂ 25 2² വാല്യൂ 4 വരും. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും അത്? ഓക്കെ, 5² 2². ഓക്കെ, ക്ലിയർ, ഫൈൻ. ക്ലിയർ ആയെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടോളൂ, ഇപ്പോൾ കാണുന്നത് നമുക്കൊരു മനസ്സന്തോഷം ഉണ്ടാവും. ഓക്കെ, ശരി. അയ്യോ, ഡിലീറ്റ് ചെയ്തല്ലോ, നമുക്ക് 2 വേണ്ടേ, യെസ്, കുറച്ച് ചെറുതാക്കാം അല്ലേ, ഇങ്ങനെ വലുതായി കിടക്കുമ്പോൾ ഒരു രസമല്ല. I'll just reduce the size. ഇതൊക്കെ കുറച്ച് ദൂരത്തേക്ക് നീക്കി വയ്ക്കാം, നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ. യെസ്, ഓക്കെ, ഫൈൻ, ഒരു വൃത്തിയായി. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിങ്ങനെ വൃത്തിയാക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ വെറുതെ ഇരിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കിയേ, എന്താ വരിക അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. എനിക്കിപ്പോൾ ആൻസർ പെട്ടെന്ന് പറയണ്ടല്ലോ, എനിക്ക് ആൻസർ പതുക്കെ പറഞ്ഞാൽ പോരെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്താ വരുന്ന ആൻസർ, 2/5 ദ ഹോൾ റേസ് ടു -1. അപ്പോൾ നമ്മൾ നോക്കണം, മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇവിടെ എന്താ -2, ഇവിടെ എന്താ വരുന്നത് -1. സോ ഇൻ ഓർഡർ ടു, അപ്പോൾ ഞാനിവിടെ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെയും അപ്ലിക്കബിൾ ആവും അല്ലേ. ദ സെയിം കോൺസെപ്റ്റ് ഇസ് ഗോയിങ് ടു ബി അപ്ലൈഡ് ഹിയർ. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഗോയിങ് ടു ബി, യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 5/2 ദ ഹോൾ റേസ് ടു 1 എന്നായി മാറും അല്ലേ. 5/2 ദ ഹോൾ റേസ് ടു 1 എന്ന് പറയുന്നത് എന്തായി മാറും, 5/2. കാരണം അല്ലേ, ഇറ്റ് ഡസൻ ചേഞ്ച്, അതിനങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഡസൻ ചേഞ്ച്, നോ വൺ ഇസ് ഗോയിങ് ടു ഹാവ് എനി ചേഞ്ച്. നൗ അഗെയിൻ ദിസ് ക്വസ്റ്റ്യൻ, ഇവിടെ എന്താ മാറ്റം വരുന്നത് നോക്കി നോക്കിയേ. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം എന്താ, ഇവിടെ ഒരു മൈനസ്, ഇവിടെ ഒരു മൈനസ്, മൈനസും വെട്ടിപ്പോവോ എന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് സാധാരണ ഒരു സൂക്കേടുണ്ടല്ലോ, മൈനസും വെട്ടിപ്പോകുന്നൊരു സൂക്കേടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക, ഇവിടെ ആൻസർ മൈനസും വെട്ടിപ്പോവോ, എന്തായിരിക്കും അതിൻ്റെ ഒരു പോസിബിലിറ്റി വരുന്ന ആൻസർ എന്തായിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളെ വേണമെങ്കിൽ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കാരണം -7/5 ദ ഹോൾ റേസ് ടു -1. യെസ്, എന്ത് പറ്റില്ല, അത് വെട്ടിപ്പോവില്ല. കാരണം എന്താണ് വെട്ടിപ്പോവില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പഠിച്ചിരിക്കുന്ന നിയമം, നമ്മൾ പഠിച്ചിരിക്കുന്ന റൂൾ. മാത്തമാറ്റിക്സ് എല്ലാവർക്കും ടഫായി തോന്നുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ, നമുക്ക് റൂള് ഫോളോ ചെയ്യില്ല, നമ്മൾ റൂള് കൃത്യമായി മനസ്സിലാക്കില്ല. മാത്സ് ടഫാവുകയാണെങ്കിൽ, മാത്സ് എളുപ്പമാവണമെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സ് എളുപ്പമാവണമെങ്കിൽ നമുക്ക് ആ മാത്തമാറ്റിക്കൽ റൂൾസ് നമ്മൾ പഠിച്ചത് അത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് അത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, വേറൊരു സ്ഥലത്ത് പഠിച്ച റൂൾ ഇവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യരുത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മൈനസും ആണ് വരുന്നത്. പക്ഷെ നമുക്കറിയാം ഈ മൈനസ് വേറൊരു സ്ഥലത്തും ഈ മൈനസ് എവിടെ കിടക്കണ വേറൊരു സ്ഥലത്തുമാണ്. എന്താണ് ഈ സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദിസ് ഈസ് യുവർ ബേസ് ആൻഡ് ദിസ് ഈസ് യുവർ എക്സ്പോണൻറ്റ്. അതാണ് വ്യത്യാസം വരുന്നത് അല്ലേ. ദിസ് ഈസ് യുവർ ബേസ് ആൻഡ് ദിസ് ഈസ് യുവർ എക്സ്പോണൻറ്റ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വാട്ട് ഈസ് ഗോയിങ് ടു ബി യുവർ ആൻസർ. ദ സെയിം കോൺസെപ്റ്റ് ഈസ് അപ്ലിക്കബിൾ ഹിയർ അല്ലേ. ഇതേ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് യുവർ ആൻസർ ഗോയിങ് ടു ബി, യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി 5/-7 the whole raised to 1, which is equal to -5/7. Your answer is going to be -5/7. ക്ലിയർ ആയോ മക്കളെ എല്ലാവർക്കും അത്? ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ട് നമ്മളത് ആൻസർ ചെയ്തു. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആൻഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ. നൗ വിൽ ഗോ ഇൻ ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ഇത് എല്ലാവർക്കും ക്ലിയർ അല്ലേ, ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് ബേസിലും മറ്റത് എക്സ്പോണൻറ്റിലും ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ എന്താവില്ല, ക്യാൻസലായി പോവില്ല. ക്യാൻസലായി പോകാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്, ഇത് എക്സ്പോണൻറ്റും ഇത് ബേസും ആയതുകൊണ്ടാണ്. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഇത് അതേ കോൺസെപ്റ്റുകളും തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഇന്നലെ പഠിച്ച സയൻറ്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഗിവ് ഇറ്റ് എ ട്രൈ. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. സയൻറ്റിഫിക് നൊട്ടേഷൻ,
എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഗിവ് ഇറ്റ് എ ട്രൈ. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നാണ് അതിൻ്റെ വരിക. സയൻറ്റിഫിക് നൊട്ടേഷൻ എന്നാണ് വരിക. സോ ഹൗ ക്യാൻ ഐ റൈറ്റ് ഇറ്റ് ഇൻ സയൻറ്റിഫിക് നൊട്ടേഷൻ? ഇത് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ച റൂൾ എന്താ പഠിച്ചത്? വാട്ട് ഈസ് ദ റൂൾ ദാറ്റ് വി സ്റ്റഡി? നമ്മൾ പഠിച്ചത് നമ്മുടെ ഡെസിമൽ പോയിൻ്റ് വലത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഡെസിമൽ പോയിൻ്റ് ഇടത്തോട്ട് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ളൊരു കാര്യമല്ലേ നമ്മൾ പഠിച്ചത്. സോ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇങ്ങനൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനൊരു നമ്പർ കിട്ടിയാൽ എനിക്ക് എങ്ങനെ അതിനെ സയൻറ്റിഫിക് നൊട്ടേഷനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് എനിക്ക് ഈ സാധനത്തിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുക, ഹൗ ക്യാൻ ഐ ആക്ച്വലി കൺവേർട്ട് ദിസ് സയൻറ്റിഫിക് ഇൻ ടു സയൻറ്റിഫിക് നൊട്ടേഷൻ. നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിനെ, ഈ പൂജ്യത്തിനൊക്കെ ഞാനങ്ങ് മനസ്സിൽ കളയും. ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യനിലും ഈ പൂജ്യത്തിനൊഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ മാറ്റി, ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കി പൂജ്യത്തിനെ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, മാച്ച് കളയും. അങ്ങനെ പൂജ്യത്തിനെ മാച്ച് കളഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തൊരു 64, ഐ ഗോട്ട് 64. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, 64 എന്ന് എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഈ 64 എന്ന് എഴുതിയതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിജിറ്റ് മാത്രം വെച്ച് ഞാൻ എന്ത് ചെയ്യും, ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കും, ദാറ്റ് ഇസ് 6.4. അതേപോലെ തന്നെ ഇവിടെ ഞാൻ എന്ത് എഴുതും, ഈ ക്വസ്റ്റ്യനിലാണെങ്കിൽ ഞാൻ 234 എന്ന് എഴുതും. എന്നിട്ട് ഞാൻ എവിടെ പോയിൻ്റ് ഇടുക, 2.34. എപ്പോഴും ഞാൻ അങ്ങനെ ഇടുള്ളൂ. അങ്ങനെ ഇടാനാണ് ഞാൻ ബേസിക്കലി ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല, അങ്ങനെ ചെയ്ത് പഠിച്ച് തുടങ്ങുക. പിന്നീട് ഒരു പോയിൻ്റ് കഴിയുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. പഠിച്ചു തുടങ്ങാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, 64 എന്ന് എഴുതി. 64നെ ഞാൻ എന്താക്കി, 6.4 എന്നാക്കി. 234 പൂജ്യമല്ലാതെ വേറെ എന്താ, 234. 234നെ എന്താക്കി, 2.34 എന്നാക്കി. ഇനി ഇന്നലെ പഠിച്ച റൂള് കൊണ്ടുവരിക. ഇൻറ്റു 10⁻². ഞാൻ എന്ത് എഴുതണം നോക്കണം. ഈ 6.4നെ എനിക്ക് എന്താക്കി മാറ്റണം, 0.00064 മാറ്റണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡെസിമൽ പ്ലേസ് എത്ര തവണ പിന്നോട്ട് പോകണം ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 അല്ലേ, ഒരു പ്രാവശ്യം പോകുമ്പോൾ ഇവിടെ എത്തും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, 2, 3, 4, 5 പ്രാവശ്യം ചാടണം അല്ലേ. അത് എങ്ങോട്ട് ചാടണം, വലത്തോട്ട് ചാടണോ ഇടത്തോട്ട് ചാടണോ, ആലോചിക്കുക. ടുവേർഡ്സ് ദ റൈറ്റ് സൈഡ് ഓർ ദ ലെഫ്റ്റ് സൈഡ്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെയാണുള്ളത്. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 1, 2, 3, 4, 5 പ്രാവശ്യം നെഗറ്റീവ് ചാടണം. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് -5. എന്തുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ ഇട്ടത്? ആദ്യം നമ്മൾ എന്തുകൊണ്ട് മൈനസ് സൈൻ ഇട്ടു എന്ന് മനസ്സിലാക്കണം. വൈ ഡിഡ് ഐ പുട്ട് ദ മൈനസ് സൈൻ? ബിക്കോസ് ഐ വാണ്ട് ദ decimal place to move towards the left. I want the decimal place to move towards the left. അതാണ് ഞാൻ എന്തെടുക്കാൻ കാരണം, നെഗറ്റീവ് സൈൻ. ഇനി എത്ര തവണ ലെഫ്റ്റിലേക്ക് പോകണം, എത്ര തവണയാണ് ലെഫ്റ്റിലേക്ക് പോകേണ്ടത്, 5 തവണ ലെഫ്റ്റിലേക്ക് പോകണം അല്ലേ. എത്ര തവണ ലെഫ്റ്റിലേക്ക് പോകണം, 5 തവണയാണ് ലെഫ്റ്റിലേക്ക് പോകേണ്ടത്. സോ ഐ took it as 5. So what does the negative sign simplify? The negative sign indicates that the decimal point should move towards left. ക്ലിയർ ആയോ എല്ലാവർക്കും? അത് ലെഫ്റ്റിലേക്കാണ് ആര് മൂവ് ചെയ്യേണ്ടത്, എൻ്റെ ഡെസിമൽ പോയിൻ്റ് മൂവ് ചെയ്യേണ്ടത്. എൻ്റെ ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ എല്ലാവർക്കും അത്? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 234. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.00064 എന്ന നമ്പറിനെയാണ് ഞാൻ എന്തായിട്ട് എഴുതിയത്, 6.4 × 10⁻⁻5 എന്ന് ഞാൻ മാറ്റി എഴുതിയത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. നൗ വിൽ സി ഇങ്ങനൊരു നമ്പർ 234. നമുക്കൊന്ന് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഒരു കോമയ്ക്ക് ഇട്ട് നോക്കിയിട്ട് എത്ര നമ്പർ എന്ന് പറയാൻ നോക്കാം അല്ലേ. 2,34,00,000 എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. ഇറ്റ് ഇസ് 2,34,00,000 എന്നൊരു നമ്പറാണ്, വലിയൊരു നമ്പറാണ്. ആ നമ്പറിനെ എങ്ങനെ എനിക്ക് സയൻറ്റിഫിക് നൊട്ടേഷനിൽ എഴുതാം എന്നാണ് ഞാൻ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എങ്ങനെ കിട്ടിയാലും 0 അല്ലാത്ത നമ്പേഴ്സിന് ആദ്യം എടുത്ത് എഴുതി. അതാണ് 234. എന്നിട്ട് 2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ ഉടനെ ഞാനൊരു പോയിൻ്റ് ഇട്ടു. നൗ വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? ഐ ആം സപ്പോസ് ടു റൈറ്റ് ഇൻറ്റു 10⁻⁴. ഇനി എന്ത് ചെയ്യണം നോക്കുക, ഡെസിമൽ പോയിൻ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, റൈറ്റിലോട്ട്. സോ മൈ ആൻസർ ഇസ് ഗോയിങ് ടു ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. സോ ഐ എം ഗോയിങ് ടു പുട്ട് എ പോസിറ്റീവ് സൈൻ ദർ. നൗ എത്രയാണ് ഞാൻ വാല്യൂ ഇടേണ്ടത്? നൗ ഐ എം ഗോയിങ് ടു പുട്ട് എത്രയാണ്, 2.34. ഇവിടെ അല്ലേ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, 1, 2, 3, 4, 5, 6, 7 തവണ പോകണം അല്ലേ. പ്രാവശ്യം 1, 2, 3, 4, 5, 6, 7 തവണ വേണം. സോ ഐ വിൽ റൈറ്റ് ഇറ്റ് ആസ് 10⁻⁷. So my answer is going to be what?
2.34 ഇൻറ്റു 10⁻7. ക്ലിയർ ആയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി ഈസി കോൺസെപ്റ്റ്. ഞാൻ കുറച്ച് സമയമെടുത്ത് വളരെ പതുക്കെ പറയുന്നുള്ളൂ. കാരണം ഇവിടെ നമ്മൾ ബേസിക്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും തോന്നും ഇതിപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള സാധനമല്ലേ, സാറെന്തിന് ഇത്രയും സമയമെടുത്ത് ഇങ്ങനെ പതുക്കെ പോകുന്നതെന്നുള്ളത്. ഇത് പതുക്കെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, എത്രയൊക്കെ പതുക്കെ പഠിപ്പിച്ചാലും എത്രയൊക്കെ ആയാലും അവസാനം നിങ്ങൾ കൊണ്ട് തെറ്റിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനൊരു കുട്ടിയല്ല ഉദ്ദേശിക്കുന്നത്, പൊതുവേ കുട്ടികൾ എപ്പോഴും കൊണ്ട് തെറ്റിക്കുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് തെറ്റിക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് തെറ്റുവരുത്താൻ ഇഷ്ടമല്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ തെറ്റുവരുത്താനാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലേ? വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. അതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അടുത്ത് അതെ, വീണ്ടും ആൻസേഴ്സ് വരുന്നുണ്ട്. ഐ ക്യാൻ സീ ദി ആൻസേഴ്സ് കമ്മിങ്. വെരി ഗുഡ്. സോ വിൽ സി. അപ്പോൾ എന്താ വരുന്നത്? 2.3 ഇൻറ്റു 10⁻3. ഇത്രയാണ് ആൻസർ വരിക. യെസ്, നമുക്ക് നോക്കാം. 2.3 ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തിരിച്ചാണ് ഇവിടെ വരുന്നത്. 2.3 ഇൻറ്റു 10⁻3 എന്ന് പറയുമ്പോൾ എത്ര വരും? സോ നമുക്കറിയാം 2.3 കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം ചാടണം? 1, 2, 3 പ്രാവശ്യം ചാടണം അല്ലേ? സോ ഐ എം ഗോയിങ് ടു ഹാവ് 2300.00 എന്നാണ് എനിക്ക് ഇട്ടിട്ട് തോന്നുകയാണെങ്കിൽ. അതിനങ്ങനെ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല അതിന്. അതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് ആസ് 2300 itself. അപ്പോൾ ഇത് ശരിക്കും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോയിൻറ്റിന് ശേഷം, ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമ്മൾ എത്ര പൂജ്യം ഇട്ടാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അതേസമയം ഡെസിമൽ പോയിൻറ്റിന് മുമ്പാണെങ്കിൽ 0ന് വാല്യൂ ഉണ്ട് എന്നുള്ള ആ ഒരു വളരെ ലളിതമായ ബേസിക് ചോദ്യത്തിൻ്റെ ബാക്കി പത്രമാണ് നമുക്ക് വരും. ഓക്കെ, ഫൈൻ. സോ വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ? അടുത്ത ആൻസർ എന്ത് വരും? ഇതേപോലെ തന്നെ അല്ലേ? എന്നാലോചിച്ച് നോക്കിയേ. 2.34 എത്ര പ്രാവശ്യം പോകണം? 1, 2, 3, 4 പ്രാവശ്യം അല്ലേ? ഒരു പ്രാവശ്യം ചാടി അല്ലേ? ഇവിടുന്ന് ഒരു പ്രാവശ്യം ചാടുമ്പോൾ 23.4, ഒരു പ്രാവശ്യം കൂടെ ചാടുമ്പോൾ 234 അല്ലേ? ഇപ്പോൾ 2 അല്ലേ ആയുള്ളൂ. മൂന്നാമത്തെ ചാടുമ്പോൾ ഒരു 0 കൂടെ വന്നു, പിന്നെ ചാടുമ്പോൾ ഒരു 0 കൂടെ വന്നു. സോ ടോട്ടൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 23400. ഇനി ഞാൻ വേറൊരു രീതിയിലും കൂടെ അത് പറയാം. ഓക്കെ, ഇതേ സാധനം ഞാൻ മറ്റൊരു ശൈലിയിൽ പറയാം. ഇവിടെ എത്ര ഡെസിമൽ പോയിൻറ്റ് ചാടാനുണ്ട്? 2 എണ്ണം. ഇവിടെ എത്ര നമ്പർ? 4. 4 - 2, 2 0. ശ്രദ്ധിച്ചാൽ 4 മൈനസ് ഇവിടെ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 2 ഡെസിമൽ പോയിൻറ്റ്. 2 എന്ന നമ്പറല്ല ഞാൻ സബ്ട്രാക്ട് ചെയ്യുന്നത്. എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ട്? 2 ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. സോ 4 - 2 വിച്ച് ഇസ് ഈക്വൽ ടു 234 മുഴുവൻ എഴുതിയിട്ട് ഞാനൊരു 2 0 ഇടും. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കുക. ഞാൻ വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിവിടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കാം. 1.679 ഇൻറ്റു 10⁻5 എന്നാണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ സമയത്ത് നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? ഇവിടെ മൊത്തം 4 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ? ഇനി ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ എത്ര നമ്പർ ഉള്ളത്? 5 എന്നാണ് നമ്പർ അല്ലേ? ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 3 ഡെസിമൽ പ്ലേസ്. സോ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ റൈറ്റ് 1769. അത് കഴിഞ്ഞതിന് ശേഷം ഐ വിൽ റൈറ്റ് 5 - 3 എത്ര വരുന്നത്? 2. സോ ഐ വിൽ റൈറ്റ് 00. 2 0 ഇടും. ആ ഒരു ടെക്നിക്ക് മനസ്സിലായോ എല്ലാവർക്കും? സിമ്പിൾ ടെക്നിക്കാണ്. ഞാൻ തോന്നുന്നു ഞാനതിനെ മറച്ച് നിൽക്കുന്നുണ്ട് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനതിനെ ഒന്ന് മാറ്റിയത് ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? യെസ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ഇസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ആൻസർ വരുമ്പോൾ എത്ര പ്രാവശ്യം പിന്നോട്ട് പോകണം? ഇനി ആലോചിക്കുക. ഇവിടെ 1.67 ഇൻറ്റു 10⁻⁻4 എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര പ്രാവശ്യം, ഈ നെഗറ്റീവ് സൈൻ ഒരു അർത്ഥമേ ഉള്ളൂ. എന്താണ്? ഇറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന മീനിങ് മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്ര പൊസിഷൻ, ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. സോ ഇറ്റ് ഹാസ് ടു മൂവ് ഹൗ മെനി ടൈംസ്? 4 ടൈംസ്. അപ്പോൾ നമുക്ക് എന്താ ഒരു ആൻസർ? ആൻസർ ഇസ് ഗോയിങ് ടു ബി 0.00167. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, വീണ്ടും ഒരു ടെക്നിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നമ്പർ 4 ആയിരുന്നു അല്ലേ? എന്നിട്ട് ഇവിടെ എത്ര 0 ആണ് ഞാൻ ഇട്ടത്? ഐ ടുക്ക് 4 - 2 എന്നാണ് എടുത്തത് അല്ലേ? ഇവിടെ വന്നപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? 5 - 3. എന്നിട്ട് എത്ര 0 ഇട്ടു? 2 0 ഇട്ടു. ശ്രദ്ധിച്ചോ എല്ലാവരും? ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എത്ര നമ്പർ ഉള്ളത്? 4. ഇവിടെ ഡെസിമൽ പ്ലേസിൻ്റെ മുമ്പ് എത്ര ഉണ്ട്? 1 ഡിജിറ്റ്. സോ 4 - 1 is 3 zeros. ആ ടെക്നിക്ക് മനസ്സിലായോ? 4 - 1 is 3 zeros. ഇനി ഞാനിതിന് മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ വിൽ റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ. സേ 23.14 ഇൻറ്റു 10⁻⁻5 എന്ത് ഒരു ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ എത്ര ഇവിടെ വാല്യൂ വരുന്നത്? 5. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസസ് ഉണ്ട്? 2. 5 - 2 എത്ര വരും? 3. അപ്പോൾ ഞാൻ എത്ര 0 ഇടണം? ഡെസിമലിന് ശേഷം 3 0 ഇട്ടിട്ട് 2314 എന്നങ്ങ് എഴുതും. ശ്രദ്ധിച്ചോ? അത് വളരെ സിമ്പിളല്ലേ? എന്ത് ഈസി ആയിട്ടാണ് നമുക്കത് എഴുതാൻ പറ്റുന്നത് നോക്കി നോക്കിയേ. സോ ഈസി. ഓക്കെ, അങ്ങനെ നമുക്ക് വളരെ സിമ്പിളായി തന്നെ സയൻറ്റിഫിക് നൊട്ടേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സയൻറ്റിഫിക് നൊട്ടേഷൻസ് എന്നുള്ളത് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് പോലും, അതായത് ഇത്രയും കാലം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പോലും ഇതിൽ കൺഫ്യൂഷൻസ്, ഐ എം നോട്ട് സേയിങ് അവർക്ക് അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതിൽ കൺഫ്യൂഷൻസ് ഉള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
ഈവൻ ടുഡേ ഇപ്പോൾ ഞാൻ ഫിസിക്സ് എടുക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ അങ്ങനെ തെറ്റ് വരുത്തുന്ന സ്ഥലം, അവർ ഫിസിക്സിലെ റേ ഓപ്റ്റിക്സ് ഒക്കെ നന്നായി പഠിക്കും, ഡുവൽ നേച്ചർ അറിയാം, ഫോർമുല ഓഫ് എനർജി ഓഫ് എ ഫോട്ടോണൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ h c/λ പറയും, എച്ചിൻ്റെ വാല്യൂ അറിയാം, സീൻ്റെ വാല്യൂ അറിയാം, ലാംഡയുടെ വാല്യൂ 10 ആങ്സ്ട്രോം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എല്ലാം കഴിഞ്ഞിട്ട് ഈ സാധനം ചെയ്യുമ്പോൾ കൊണ്ടിട്ട് ഈസി ആയിട്ട് കൊണ്ട് തെറ്റിക്കും. എന്നിട്ട് വേറെ ഓപ്ഷൻ മാർക്ക് ചെയ്യും, എന്നിട്ട് നെഗറ്റീവ് മാർക്കും കൊണ്ട് ഇങ്ങോട്ട് വരും. ഇതെത്ര പേർക്കാ പറ്റണേന്നറിയോ? ഒന്നാലോചിച്ച് നോക്കി, ഇത് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, സിമ്പിളാണ്. ഓക്കെ, പക്ഷെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം എന്ന് മാത്രം. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയില്ലേ മക്കളെല്ലാവർക്കും? സോ വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട്, നമ്മളിന്ന് എന്തിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു? വി ഡിസ്കസ്ഡ് അബൌട്ട് സയൻറ്റിഫിക് നൊട്ടേഷൻസ്. നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്തു? വി ഡിസ്കസ്ഡ് അബൌട്ട് സയൻറ്റിഫിക് നൊട്ടേഷൻസ് ആൻഡ് എക്സ്പോണൻസ് ആയിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്തു. നൗ വി വിൽ സീ എ ലിറ്റിൽ ബിറ്റ് മോർ. ഇതിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത്? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു സീ? നമ്മൾ അടുത്ത് എന്താ നോക്കാൻ പോകുന്നത്? Now we are going to talk about quadratic equations. നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന കോൺസെപ്റ്റാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദിസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അത് എങ്ങനെയാണ് കാണാനുണ്ടാവുക? y is equal to ax square plus bx plus c എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് ഇക്വേഷൻ എന്ന് വിളിക്കുക? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള പേരിൽ വിളിക്കുക. അപ്പോൾ നമുക്കിത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗെയിൻ വീണ്ടും നമ്മൾ ഒരേ സ്ഥലത്ത് വന്ന് അവസാനിക്കും. എന്താണ്? ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത്, കെമിസ്ട്രിയുടെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ കോമൺലി എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് എൻകൗണ്ടർ ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇതും നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, ഇങ്ങനൊരു ചാപ്റ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 10th ഒരു ചാപ്റ്ററാണിത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇതും നിങ്ങൾക്ക് സാധാരണയായി വളരെ റെഗുലറായിട്ട് ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് റെഗുലറായിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. വൺ ഈസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അനദർ ഇസ് ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, സോ ലീനിയർ ഇക്വേഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി ആൻഡ് പി എക്സ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു ആർ എന്ന് എഴുതുന്നതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോംസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് ഇസ് ഈക്വൽ ടു സി എന്നതും പി എക്സ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൽ ടു ആർ എന്നതുമാണ്. ക്ലിയർ അല്ലേ? ഓൾറൈറ്റ്, ഫൈൻ, ശരി. ഇനി നമുക്ക് അടുത്ത ഇതിനകത്ത് നമുക്ക് ഒരു ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യണം അല്ലേ? ഈ 2 ടോപ്പിക്കുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. വി ആർ ടോക്കിംഗ് അബൌട്ട് ഇക്വേഷൻസ്, വി ആർ ടോക്കിംഗ് അബൌട്ട് സോൾവിങ് ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, നമ്മൾ സോൾവിങ് ഓഫ് ഇക്വേഷൻസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നൗ വിൽ സി ഫസ്റ്റ് യു വിൽ റൈറ്റ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലീനിയർ ഇക്വേഷൻസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്? അതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഓർ ഹൗ ഡു ഐ ഐഡൻറ്റിഫൈ, എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുക ബിറ്റ്വീൻ ദ 2, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ എനിക്ക് അറിയാൻ പറ്റും? ദ ബേസിക് ക്വസ്റ്റ്യൻ ഈസ് ഹൗ ഡു ഐ ഐഡൻറ്റിഫൈ, എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും? ഹൗ ക്യാൻ ഐ ഐഡൻറ്റിഫൈ ദം? ഒരു ക്വസ്റ്റ്യൻ കണ്ടു അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് വന്നപ്പോൾ ഒരിടയ്ക്ക് എനിക്ക് ഇങ്ങനെയാണ് വന്നതെന്ന് വിചാരിക്കുക. ഹൗ ക്യാൻ ഐ ഐഡൻറ്റിഫൈ ബിറ്റ്വീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഒരു ഇക്വേഷൻ തന്നിട്ട് അത് ക്വാഡ്രാറ്റിക് ആണോ അതോ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് എങ്ങനെ ഞാൻ തിരിച്ചറിയും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ എക്സിൻ്റെ എക്സ്പോണൻ്റ് എന്താ വരുന്നത്? എക്സിൻ്റെ ഹയസ്റ്റ് എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താ? 2 ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ കേസിൽ ഏതൊക്കെയാണ് എൻ്റെ വേരിയബിൾസ് ആയിട്ട് വരുന്നത്? വിച്ച് ആർ ദ വേരിയബിൾസ് ഇൻ ദിസ് കേസ്? ഇവിടെയാണെങ്കിലും ഏതാണ് എൻ്റെ വേരിയബിൾസ്? അവിടെയാണ് നിങ്ങളുടെ ഐഡിയ കിടക്കുന്നത്. വാട്ട് ആർ ദ വേരിയബിൾസ് ഇൻ ഈച്ച് ഓഫ് ദീസ് കേസസ്? ഇൻ ദിസ് കേസ് വി ക്യാൻ സേ ദാറ്റ് ദ വേരിയബിൾസ് ആർ എക്സ് കോമ വൈ ആർ മൈ വേരിയബിൾസ്. ഈ എക്സും വൈയും ആണ് എന്താകാൻ പോകുന്നത്? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ വേരിയബിൾസ്. എൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് എൻ്റെ എക്സും വൈയും ആണ്.
ഇനി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഏതാണ് എൻ്റെ വേരിയബിൾസ് വരുന്നത്? വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ വേരിയബിൾസ് ഹിയർ? ഇവിടെ എൻ്റെ വേരിയബിൾസ് ഏതാ വരിക? എക്സും വൈ ആണോ എൻ്റെ വേരിയബിൾസ് വരാൻ പോകുന്നത്? അതോ എ ബി സി പി ക്യു ആർ ആണോ വേരിയബിൾസ് വരിക? ഇവിടെ വരുന്ന വേരിയബിൾസ് എന്ത് തന്നെയാണ്? എക്സ് കോമ വൈ തന്നെയാണ് എന്താവാൻ പോകുന്നത്? എൻ്റെ വേരിയബിൾസ് ആവാൻ പോകുന്നത്. ക്ലിയർ ആയോ? എക്സും വൈയും തന്നെയാണ് എൻ്റെ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദ എക്സ്പോണൻ്റ് ഓഫ് ദ വേരിയബിൾ happens to be 2, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് വരുന്ന അവിടെയാണ്. ഇഫ് ദ എക്സ്പോണൻ്റ് ഓഫ് one of the variables is 2, if the exponent of one of the variables is 2, then if the exponent of one of the variables is 2, അപ്പോൾ നമ്മൾ എന്ത് പറയാം? then the equation is quadratic. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? the equation എന്ത് quadratic ആണ്. അപ്പോൾ നമ്മൾ നോക്കി ഇവിടുത്തെ എക്സ്പോണൻ്റ് വേരിയബിൾ എത്രയാ? 2. ഇവിടുത്തെ എക്സ്പോണൻ്റ് വേരിയബിൾ എത്രയാ? 1 ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ഇക്വേഷനാണ്? ലീനിയർ ഇക്വേഷൻ. 2 ആണെന്നുണ്ടെങ്കിൽ എന്ത് ഇക്വേഷനാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനും എങ്ങനെയാണ് ലീനിയർ ഇക്വേഷനും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഹൗ വി ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ലീനിയർ ഇക്വേഷനാണ് കിട്ടിയതെങ്കിൽ നമുക്കൊരു റൂട്ടിലാണ് നമ്മൾ അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് കിട്ടിയെങ്കിൽ അത് മറ്റൊരു രീതിയിലാണ് നമ്മൾ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സിൻ്റെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആ പ്രോബ്ലത്തിൻ്റെ അവസാനം വന്നെത്തുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഹാപ്പൻസ് ടു ബി ലീനിയർ ഇക്വേഷൻ. എങ്ങനെ തിരിച്ചറിഞ്ഞു ലീനിയർ ഇക്വേഷനാണ്? ഏതൊക്കെയാണ് വേരിയബിൾ നോക്കുക, ഏതൊക്കെയാണ് വേരിയബിൾ? എക്സും വൈയും. അതിൻ്റെ പവർ എത്രയാണ്? 1. അതിൻ്റെ എക്സ്പോണൻ്റ് എത്രയാണ്? 1. എല്ലാവരുടെയും എക്സ്പോണൻ്റ് 1 ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലീനിയർ ഇക്വേഷൻ. അതിൻ്റെ എക്സ്പോണൻറ്റിൻ്റെ വാല്യൂ എവിടെയെങ്കിലും 2 ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? ക്വാഡ്രാറ്റിക് എന്ന് വിളിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? Now I hope that is clear. Now we will see how to solve these equations. ഈ equations എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. So we will move on to solving of linear equations. സോൾവിങ് ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അതിൽ തന്നെ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് 1 വേരിയബിളാണ്. 1 വേരിയബിൾ വളരെ ഈസിയാണ് അല്ലേ? 1 വേരിയബിൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. 1 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിക്ക് നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. എന്താണ് എക്സാമ്പിൾ വരുന്നത്? 3x - 9 = 0. എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? 3x - 9 = 0 എന്ന ഇക്വേഷൻ. ദിസ് ഇസ് റിലേറ്റീവ്ലി എ വെരി സിമ്പിൾ ഇക്വേഷൻ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണ്. 3x - 9 = 0. എങ്ങനെ ഞാനത് സോൾവ് ചെയ്യാം? ഐ വിൽ സോൾവ് ഇറ്റ് ലൈക്ക് ദിസ്. 3x = 9, x = 3. എല്ലാവർക്കും അറിയാം, ആർക്കും അറിയാത്ത പ്രശ്നമല്ല അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇക്വേഷൻസ് വരും. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, 1 വേരിയബിൾ ഇക്വേഷൻ അല്ലേ? ഇപ്പോൾ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 2x + 7 = 0 എന്നാണ് ഇക്വേഷൻ എങ്കിലോ? അല്ലെങ്കിൽ വേണ്ട, 2x + 7 = 0 വേണ്ട. 2x + 7 = -3 എന്ന് വിചാരിക്കാം. 2x + 7 = -3. എങ്ങനെ ചെയ്യും? ഐ വിൽ ടേക്ക് ഇറ്റ് ടു ദി അതർ സൈഡ് അല്ലേ? സോ -7 - 3 ഓർ x = -10/2 which is equal to -5. വളരെ സിമ്പിൾ അല്ലേ? എക്സ്ട്രീംലി സിമ്പിൾ ഇക്വേഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ സോൾവ് ചെയ്തെടുക്കാം. ക്ലിയർ ആണോടാ? ഓക്കെ, ഫൈൻ, ശരി. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം? അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തിൻ്റെ കോൺസെപ്റ്റുകളാണ്? വി ആർ ടോക്കിംഗ് അബൌട്ട് ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ. അതിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു? വി ഡിസ്കസ്ഡ് അബൌട്ട് ജസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? 2 സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നൗ വി വിൽ സീ ഇൻ ടു ദി അതർ ക്വസ്റ്റ്യൻസ്. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ലീനിയർ ഇക്വേഷൻ 1 വേരിയബിളിന് പകരം ഐ ആം ഗോയിങ് ടു ലുക്ക് ഫോർ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. കളി മാറി തുടങ്ങി അല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ പതുക്കെ ഇങ്ങനെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങും, ഇത്തിരി ഒരു ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് നോക്കാം ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നോക്കാം. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് വരുന്നത്? സേ ഐ എം ഗോയിങ് ടു ടേക്ക് എൻ എക്സാമ്പിൾ. 2x + y = 4 ആൻഡ് x - 3y = 2. ഇങ്ങനെയാണ് ഇക്വേഷൻസ് എന്ന് വിചാരിക്കാം. മതി, 2 തന്നെ മതി. അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെയാണിത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ഒന്നിച്ച് സോൾവ് ചെയ്യാൻ അറിയില്ല. അതാ പറ്റുക. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് മാത്തമാറ്റിക്സിൽ. അതെന്താണെന്നറിയോ?
1 വേരിയബിൾ 1 ഇക്വേഷൻ, 2 വേരിയബിൾ എത്ര ഇക്വേഷൻ വേണം? 2 വേരിയബിൾ ഉണ്ടെങ്കിൽ എത്ര ഇക്വേഷൻസ് വേണം സോൾവ് ചെയ്യാനായിട്ട്? 2 ഇക്വേഷൻസ് വേണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾ ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ വേരിയബിൾസ് വരുന്നത്? എക്സും വൈയും അല്ലേ? അപ്പോൾ ഈ 2 വേരിയബിൾ ആൻഡ് 2 ഇക്വേഷൻസ് എന്നതിനെ ഞാൻ എന്തായി മാറ്റാൻ ശ്രമിക്കും? 1 വേരിയബിൾ 1 ഇക്വേഷനായി മാറ്റാൻ ശ്രമിക്കും. ശ്രദ്ധിക്കുക, എന്താണ് പറഞ്ഞത്? 2 വേരിയബിൾ ആൻഡ് 2 ഇക്വേഷൻസ് എന്നതിനെ ഞാൻ 1 വേരിയബിൾ 1 ഇക്വേഷനായി മാറ്റാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിക്കും. അത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇതിനായി ഞാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുണ്ടാകുന്ന സാധനമാണ് എലിമിനേഷൻ മെത്തേഡ്. നമ്മൾ ഏറ്റവും ഒരു എൻട്രൻസ് പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ഏറ്റവും സൗകര്യപ്രദമായ മെത്തേഡാണ് എന്ത്? എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ എലിമിനേറ്റ് വൺ ഓഫ് ദ വേരിയബിൾസ്. ഇതിൻ്റെ ഐഡിയ എടുക്കുന്ന അവിടെയാണ്. ഐ വിൽ എലിമിനേറ്റ് 1 വേരിയബിൾ. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എങ്ങനെയാണ് എനിക്കൊരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക? ഹൗ ക്യാൻ ഐ എലിമിനേറ്റ് വൺ ഓഫ് ദ വേരിയബിൾസ്? ഒരു വേരിയബിളിനെ ഞാൻ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക? ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എങ്ങനെ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാം? ഐ വിൽ ഡു ഇറ്റ് സംതിങ് ലൈക്ക് ദിസ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലേ. ഐ ക്യാൻ സീ ദാറ്റ് ഐ എം ഹാവിങ് 1 ഇക്വേഷൻ ഹിയർ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഇക്വേഷൻ നമ്പർ 1, ദിസ് ഈസ് ഗോയിങ് ടു ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യാൻ നോക്കുന്നത്, ഞാനിത് രണ്ടും കൂടെ അങ്ങ് കൂട്ടാൻ ശ്രമിക്കുകയെന്ന് വിചാരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക? 2x + x എന്താവും? 3x ആവും. +y - 3y എന്ന് പറയുന്നത് എന്തായിരിക്കും? -2y. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്താവില്ല, ഇവർ തമ്മിൽ എന്താ പറയുക, ഇതൊരു സിംഗിൾ വേരിയബിൾ ഇക്വേഷൻ ആവില്ല. നമ്മളുടെ ഉദ്ദേശം എന്താ? നമ്മളുടെ ഉദ്ദേശം 2 വേരിയബിളിനെ 1 വേരിയബിൾ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നൊരു സൂത്രപ്പണി. എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഒരു കൊച്ചു സൂത്രപ്പണി. ആ കൊച്ചു സൂത്രപ്പണി ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാനിതിനെ 3 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഞാൻ ഈ 3 എടുത്ത്? എന്തുകൊണ്ടാണ് നമ്മൾ 3 എന്നുള്ളൊരു നമ്പർ ചൂസ് ചെയ്യാൻ കാരണം? ദാ ഇവിടെ കിടക്കണു, ഇവിടെ ആരാളെ? 3y. ഇവിടെ ഞാൻ എന്തുകൊണ്ട് വന്നു? 3y കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഞാൻ ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാത്തിനും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? ദിസ് ഇക്വേഷൻ ബിക്കംസ് എ വെരി ഗുഡ് ന്യൂ ഇക്വേഷൻ. എന്താണ് ആ ഇക്വേഷൻ വരാൻ പോകുന്നത്? 2x × 3 എന്താവുന്നു? 6x. മറ്റേതെന്തായി മാറും? +3y = 12 എന്നാവും. സോ ദിസ് ഇസ് എ ന്യൂ ഇക്വേഷൻ. ഇതൊരു പുതിയ ഇക്വേഷനാണ്. പക്ഷേ ഈ പുതിയ ഇക്വേഷൻ എന്തിനോട് തന്നെ ഇക്വലൻ്റ് ആണ്? ഈ പറഞ്ഞ ഇക്വേഷനോട് ഇക്വലൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലായിടത്തും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ +3y വന്നു, ഇവിടെ -3y വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവർ രണ്ടുപേരെയും തമ്മിൽ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ഇനി നോക്കി നോക്കിയേ, x - 3y = 2 എന്ന് വരും. നൗ ഐ വിൽ ആഡ് ബോത്ത് ഓഫ് ദം ടുഗദർ. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 2 പേരെയും കൂടി ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യും. ഇവർ 2 പേരെയും കൂടെ ഒന്നിച്ച് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇനിയൊന്ന് നോക്കി, ഈ +3yയും ഈ -3yയും തമ്മിൽ എന്തായി പോവും? ക്യാൻസലായി പോവും. എന്താ സംഭവിക്കുക? +3y -3yയും കൂടി ക്യാൻസലായി പോവും. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ്? ഐ എം ഗോയിങ് ടു ഗെറ്റ്, എനിക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഞാനൊരു കാര്യം ചെയ്യാം, ഞാനത് ഇവിടെ ആഡ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ആഡ് ചെയ്താൽ നിങ്ങൾക്കത് വ്യക്തമായി കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഐ വിൽ ആഡ് ഇറ്റ് ഹിയർ. നമുക്ക് നോക്കാം. 6x + 3y - 12ഉം x - 3y ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് 7x. ഇവിടെ എന്താ വരുന്നത്? +3y - 3y വന്നു. രണ്ടും കൂടെ എന്ത് പറ്റും? ക്യാൻസൽ ആവും. ഐ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് വാട്ട്? ഐ വിൽ എൻഡ് അപ്പ് ഗെറ്റിംഗ് 0 = 14. ഓ, ആൻസറായി അല്ലേ. നൗ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിവിടെ എന്ത് കാണാം? ദിസ് ഈസ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ശ്രദ്ധിച്ചോ? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്നെ എന്താക്കി മാറ്റി? ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആക്കി മാറ്റി. എന്നിട്ടാണ് ഞാൻ അതിൽ എന്ത് ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? അതിനെ 1 വേരിയബിൾ ഇക്വേഷൻ ആക്കി മാറ്റി. ക്ലിയർ ആയോടാ മക്കളെ? ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലേ? ഫൈൻ. സോ ദാറ്റ് ഈസ് ദ ഐഡിയ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഈസ് ഹൗ വിൽ സോൾവ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഓക്കെ, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഒരു ടെക്നിക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആൻഡ് ദ ടെക്നിക് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, സോ യുവർ ആൻസർ ഇസ് ഗോയിങ് ടു ബി x = 2. പക്ഷേ ഇതോടെ കഴിഞ്ഞില്ലല്ലോ ഈ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? കാരണം നമ്മൾ എന്തിൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. വി ആർ സപ്പോസ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് y. സോ ടു ഫൈൻഡ് y ഞാൻ എന്ത് ചെയ്യും?
I will substitute the value of x. Substitute the value of x. എന്നിട്ട് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? അവിടെയാണ് നമ്മളുടെ എക്സ്പീരിയൻസ് വരുന്നത്. കാരണം നമുക്ക് 3 ഇക്വേഷൻ ഉണ്ട്. എവിടെ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനിക്ക് ഐദർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ പുതുതായി ഉണ്ടാക്കിയ 3ാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിലെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് എനിക്ക് ഏറ്റവും എളുപ്പം ഉത്തരം കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് എന്തും കൂടി മാത്രമേ മനസ്സിലാവുള്ളൂ. ബൈ എക്സ്പീരിയൻസ് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഓൺലി ദാറ്റ് ബൈ എക്സ്പീരിയൻസ്. ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫൈൻ. സോ വാട്ട് ഈസ് ഇറ്റ് ഗോയിങ് ടു ബി? ഇനി നിങ്ങളൊന്ന് നോക്കുക. സോ to find y, I will substitute the values of x. അപ്പോൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? യു വിൽ ഗെറ്റ് ദ വാല്യൂ. എക്സിൻ്റെ വാല്യൂ ഓൾറെഡി എനിക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? ഐ ഗോട്ട് ദ വാല്യൂ ഓഫ് എക്സ് ടു ബി 2. സോ ഐ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹിയർ. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി, ഞാൻ തൽക്കാലം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് ഇൻ 2x + y = 4. സോ ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 2 × x എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് വരും? 2 × 2 + y = 4 എന്ന് വരും. സോ വാട്ട് ഈസ് യുവർ ആൻസർ ഗോയിങ് ടു ബി? 4 + y = 4. വീണ്ടും ഇതെന്തായി മാറി? ദിസ് ഈസ് ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. അഗെയിൻ ദിസ് ഹാസ് ബിക്കം വാട്ട്? ദിസ് ഹാസ് ബിക്കം ആൻ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഇവിടെ വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണെങ്കിലും നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഐ ആം കൺവേർട്ടിംഗ് ദ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ഇൻ ടു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ. ഇനി ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ വളരെ ഈസി ആയി കിട്ടില്ലേ? എന്താ ഇതിൻ്റെ ആൻസർ കിട്ടുക? യു വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് y to be equal to 0. So you got the value of x is equal to 2 and the value of y is equal to 0. Clear ആയോ? ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സംശയമൊന്നുമില്ലല്ലോ ആർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഈസ് ഹൗ യു സോൾവ് ദ കോൺസെപ്റ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോക്കട്ടെ. ഇഫ് എനിവൺ ഹാസ് എ ഡൗട്ട് യു മേ പ്ലീസ് കമൻറ്റ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുകയും ചെയ്തു അല്ലേ? ഓക്കെ, ഫൈൻ. ശരി, നമുക്കിനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം അല്ലേ? വിൽ ട്രൈ ടു ഡു 1 more question. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. ആ ക്വസ്റ്റ്യനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടെയൊക്കെ ഒരു ഐഡിയ നമുക്ക് ലഭിക്കും അല്ലേ? വിൽ ഗെറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ ഐഡിയ. കുറച്ചും കൂടെയൊക്കെ ഒരു ധാരണ നമുക്ക് ഇതിനെപ്പറ്റി ലഭിക്കും. ഓൾ റൈറ്റ്, ഫൈൻ. ശരി, ഓൾ റൈറ്റ്. നൗ വിൽ മൂവ് ഓൺ ടു 1 more question. നമ്മൾ കുറച്ചുകൂടെ വേറൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. x + 3y = 10, 4x + 2y = 11. ഈ ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ചെയ്യാൻ ഒരു രസം ഉണ്ടാവില്ല. ചെയ്ത് നോക്കി, പക്ഷേ ചെയ്യാൻ ഒട്ടും രസമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു 2 മിനിറ്റ് സമയം തരാം. എവറി വൺ ട്രൈ ഡൂയിങ് ഇറ്റ്. ഓക്കെ, എല്ലാവർക്കും 2 മിനിറ്റ് സമയം തരാം. എവറി വൺ പ്ലീസ് ഗിവ് ഇറ്റ് എ ട്രൈ ഡൂയിങ് ദിസ് ക്വസ്റ്റ്യൻ. ഈ വീഡിയോ റെക്കോർഡായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്യുക, ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ട്രൈ ചെയ്തോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, വിൽ സി. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. x + 3y = 10 4x + 2y = 11. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? 5x കിട്ടും. 3 + 2 ഇതെനിക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ഈസിലി എൻഡ് അപ്പ് ഗെറ്റിംഗ് എലിമിനേറ്റഡ്. ആരെയും എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല വളരെ ഈസി ആയിട്ട്. അപ്പോൾ ഇവരെ എലിമിനേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന 2 വഴികളാണ്. എനിക്ക് എന്ത് ചെയ്യുക? എക്സിനും ഒരേ കോഎഫിഷ്യൻ്റ് ആക്കുക അല്ലേ? എന്നാലും എനിക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ പർപ്പസ് എന്താ? ഐ എം ട്രൈങ് ടു ഡു ആൻ എലിമിനേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒരു വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡു സം കൈൻഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് എന്താവണം? സെയിം ആവണം. സോ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഈ 2 ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആവാൻ ഞാൻ എന്ത് ചെയ്താൽ മതി? ഐ നീഡ് ടു മൾട്ടിപ്ലൈ ഹിയർ വിത്ത് എ നമ്പർ 4. ഇവിടെ ഞാൻ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 4 എന്ന നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് ബിക്കംസ് 4x + 12y = 40. ശ്രദ്ധിച്ചോ? പുതിയ ഇക്വേഷനാണ്. നൗ ദിസ് ഈസ് എ ന്യൂ ഇക്വേഷൻ.
Now this is a new equation. അപ്പോൾ അടുത്ത രണ്ടാമത്തെ മറ്റേ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടെ മാറ്റി എഴുതുകയാണ്. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ദ സെയിം ഇക്വേഷൻ. എന്താ വരുന്നത്? 4x + 2y = 11. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഐ എം ഹാവിങ് ദ സെയിം നമ്പർ. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ആ ട്വിസ്റ്റ്? മുന്നത്തെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ഇവരെ രണ്ടുപേരെയും എന്താ ചെയ്തത്? ആഡാണ് ചെയ്തത് അല്ലേ? ഇവിടെ ഞാൻ എന്താ ചെയ്ത് രണ്ടും തമ്മിൽ ആഡ് ചെയ്തു. അപ്പോൾ +3y -3y തമ്മിൽ എന്തായിപ്പോയി? ക്യാൻസലായിപ്പോയി. പക്ഷേ ഇവിടെ വരുമ്പോൾ എനിക്ക് ആഡ് ചെയ്താൽ ശരിയാവുമോ? ക്യാൻ ഐ ആഡ് ദം? എനിക്കിവർ ആഡ് ചെയ്യാൻ പറ്റുമോ? ആഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, എനിക്കിവർ ആഡ് ചെയ്യാൻ പറ്റില്ല. പകരം ഞാൻ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. നൗ ഐ എം ഗോയിങ് ടു ഇൻസ്റ്റെഡ് ഓഫ് ആഡ് ഐ വിൽ സബ്ട്രാക്ട് ദം. അവരെ ഞാൻ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ദം. ഇവരെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഐ ഗെറ്റ്? ഐ വിൽ ഗെറ്റ് ദി ആൻസർ ടു ബി 4x + 12y - 4x + 2y = 40 - 11. ശ്രദ്ധിച്ചോ അത്? ഇനി ബ്രാക്കറ്റ് ഓർക്കുമ്പോൾ എനിക്ക് എന്ത് വരും? 4x + 12y - 4x - 2y = 29 അല്ലേ? ശ്രദ്ധിച്ചോ അത്? 4x + 12y. മുന്നേ നമ്മളെന്താ ചെയ്തത്? മുന്നേ ഞാൻ ഈ സ്റ്റെപ്പ് എഴുതിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാനത് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആ അഡീഷണൽ സ്റ്റെപ്പ് എഴുതി. ഇവിടെ കൃത്യമായിട്ട് എഴുതി കാണിച്ചു. എന്താ അത്? ഐ എം സബ്ട്രാക്ടിങ് ദിസ് ഇക്വേഷൻ ഫ്രം ദിസ് ഇക്വേഷൻ. കണ്ടോ? ആ ഇക്വേഷനിൽ നിന്ന് ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാണ്? സബ്ട്രാക്ട് ചെയ്യാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 4x - 4x I will get cancelled അല്ലേ? അപ്പോൾ ഇത് രണ്ടും എന്തായി പോവും? These two will get cancelled and I will get the value to be 10y = 29 or y = 29/10. കണ്ടോ? ഒരു ഭംഗിയില്ലാത്ത ആൻസർ അല്ലേ? സാരല്ല, ഭംഗി വേണ്ട. ആൻസറിന് ഭംഗിയുടെ ആവശ്യമില്ലല്ലോ അല്ലേ? ആൻസറുകൾക്ക് എപ്പോഴും ഭംഗി ഉണ്ടാവണം നിർബന്ധമില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആയോ എല്ലാവർക്കും? സോ y = 29/10. ഇനി നമുക്ക് വീണ്ടും നോക്കാം അടുത്ത കോൺസെപ്റ്റിലേക്ക്. വാട്ട് ഇസ് ദാറ്റ് ഗോയിങ് ടു ബി? ഇവിടേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ 29/10 എന്നാണല്ലോ ഇത് കിട്ടിയത്. ഇനി ഞാൻ എന്ത് ചെയ്യണം? x കണ്ടുപിടിക്കണം. ഇൻ ഓർഡർ ടു ഫൈൻഡ് x ഞാൻ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ ഓർഡർ ടു ഫൈൻഡ് x വാട്ട് ആം ഐ സപ്പോസ് ടു ഡു? ഐ ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് y ഇൻ ഏത് ഇക്വേഷൻ? ഏതെങ്കിലും ഒരെണ്ണം അല്ലേ? ഐദർ 1, 2 or 3. ഈ 3 ഇക്വേഷൻസിൽ എവിടെ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ഐ വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ either one of them. ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ കൊടുക്കാം. ആദ്യത്തെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും? ഐ വിൽ സേ x + 3 × 29/10 അല്ലേ = 10 എന്ന് പറഞ്ഞു വന്നു അല്ലേ? 3 × 29/10 = 10. So what is the value of x going to be? X is going to be 10 - 29 × 3. എത്ര വരും? 30 × 3 is 90. 90 എന്ന് പോയി കഴിഞ്ഞാൽ it is going to be 87. So 87/10. It is going to be 87/10. ഇനി again if I am going to subtract, I will get it to be 100 - 87 / 10 which is equal to 13/10. So you got the answer of x to be equal to 13/10 അല്ലേ? You will get the value of x to be equal to 13/10. ക്ലിയർ ആയോ എല്ലാവർക്കും ഇത്? Is that clear everyone? വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു എവ്രി വൺ. എല്ലാവർക്കും ആ കോൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്, ഫൈൻ, ശരി. സോ ദിസ് ഈസ് ഹൗ വി ഡു ലീനിയർ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്സിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ പഠിച്ചു? ബേസിക്സിൻ്റെ ഭാഗമായിട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചത്. നമ്മൾ എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ചു, സയൻറ്റിഫിക് നൊട്ടേഷൻ പഠിച്ചു. നോ വി സ്റ്റഡീഡ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ അഡീഷണൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ, സാധാരണഗതിയിൽ നിങ്ങൾക്ക് ബേസിക് മാത്സിലെ ചില ടോപ്പിക്സിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ടുള്ള ടോപ്പിക്സ് താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ കൂടുതൽ വീഡിയോസ് റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും ലഭിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് ബീൻ ക്ലിയർ ആൻഡ് ഐ വിൽ ജസ്റ്റ് സേ ഗുഡ് ബൈ. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ സമയമായി. സോ ഐ വിൽ താങ്ക് എവറി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. ഈ ക്ലാസ് കാണുന്നതിന് ഐ താങ്ക് എവറി വൺ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നാളെ മറ്റൊരു ക്ലാസ്സുമായി, അല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്തായിരിക്കും? ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്താ? നമ്മൾ ഓഫ് കോഴ്സ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ് നോക്കിയത്. നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻസ് ഇൻ
2 വേരിയബിൾസിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസും കൂടി നമ്മൾ നാളെ നോക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ പതുക്കെ ഒരു 2 ആഴ്ച കൊണ്ട് നമുക്ക് പതുക്കെ ബേസിക് മാത്സിൻ്റെ മേജർ ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ ആർക്കും ഒരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഐ താങ്ക് എവറി വൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.